Hi friends, welcome to our YouTube channel English Raindrops. In our last video, we have taken the lesson Life with Grandfather first part. Today we are going to take the lesson Life with Grandfather second part. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് യൂണിറ്റ് 1 റെയിൻ ഓഫ് ലവിലെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന പാഠത്തിൻ്റെ പകുതി ഭാഗമാണ്. അത് നമ്മൾ 3 ഭാഗമായിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓൾ ഓഫ് യു ആർ വെൽക്കം. ഓക്കെ, please read this part. Making a shower. It was an evening after a heavy rain. Grandfather was picking flowers from the jasmine bush under the sandalwood tree. The leaves of the tree were full of raindrops. I knew I could make rain if I shook the tree, and Grandfather and I would get a good shower. I liked bathing in the rain, but he might not like it. But it would be great fun. So I quietly went near the sandalwood tree and shook it with all my strength. There was a heavy shower and both Grandfather and I were soaked. I loved it, but Grandfather did not. He turned to me with an angry look. I was sure he would catch me and beat me, so I ran. He ran after me. I ran fast, but he ran faster. He had almost caught me when he stumbled and fell. മേക്കിംഗ് എ ഷവർ എന്ന ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അത് നമുക്ക് ഇങ്ങോട്ട് വായിച്ച് നോക്കാം. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള എന്തെങ്കിലും വേർഡ്സ് ഉണ്ടോ നോക്കാം. ഹെവി എന്ന വാക്കിൻ്റെ അർത്ഥം ഹെവി, ശക്തമായ കനത്ത മഴയ്ക്ക് നമ്മൾ ഹെവി റെയിൻ എന്ന് പറയാം. ഹെവി അല്ലേ. ഹെവിൻ്റെ ഓപ്പോസിറ്റ് ലൈറ്റാണ്. ഹെവിയുടെ ഓപ്പോസിറ്റ് ലൈറ്റാണ്, LIGHT. പിന്നെ അതുപോലെ തന്നെ ഹെവി എന്നത് ഒരു അഡ്ജക്റ്റീവാണ്. അതിൻ്റെ കമ്പാരറ്റീവ് ഫോം ഹെവിയറും സൂപ്പർലേറ്റീവ് ഫോം ഹെവിയസ്റ്റുമാണ്. ഹെവിയർ, ഹെവിയസ്റ്റ് അല്ലേ. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിൻ നിങ്ങൾക്കറിയാം മുല്ലയാണ്. സാൻഡൽവുഡ് ട്രീ എന്ന് പറഞ്ഞാൽ ചന്ദനമരാണ്. റെയിൻ ഡ്രോപ്സ് എന്താണ്? മഴത്തുള്ളികൾ അല്ലേ. ന്യൂ എന്നൊരു വാക്കുണ്ടാണ് കൊടുത്തത്. ന്യൂ, യു ക്യാൻ സീ ദ ന്യൂ. ഈ ന്യൂ എന്ന് പറയുന്നത് KNOW, നോ എന്ന് പറയുന്ന വാക്കിൻ്റെ പാസ്റ്റാണ് KNEW, ന്യൂ. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ KNOWN, നോൺ ആണ്. നോ, ന്യൂ, നോൺ. പിന്നെ മെയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കാണ്. മെയ്ക്ക്, മെയ്ഡ്, മെയ്ഡ്. മെയ്ക്ക് എന്ന വേർബിൻ്റെ പാസ്റ്റ് മെയ്ഡും പാസ്റ്റ് പാർട്ടിസിപ്പിൾ മെയ്ഡുമാണ്. മെയ്ക്ക്, മെയ്ഡ്, മെയ്ഡ്. മറ്റൊരു വാക്ക് അവിടെ ഉള്ളത് വേർബ് തന്നെയാണ്. ഷുക്കാണ്. ഷുക്ക് ഒരു വേർബാണ്. അത് ഷെയ്ക്ക് എന്ന വേർബിൻ്റെ പാസ്റ്റ് ആണ്. ഷുക്ക്, കുലുക്കുക എന്നർത്ഥമാണ് അല്ലേ. ഷെയ്ക്ക് എന്ന വാക്കിൻ്റെ പാസ്റ്റാണ് ഷുക്ക്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഷെയ്ക്കനാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഷെയ്ക്കനാണ്. ഷെയ്ക്ക്, ഷുക്ക്, ഷെയ്ക്കൻ. പിന്നെ അതിലുള്ള ചില വേർഡ്സ് ഉണ്ട്. ഗെറ്റ് എന്ന വേർബാണ്. ഗെറ്റ്, ഗോറ്റ്, ഗോറ്റാണ്. ഗെറ്റ്, ഗോറ്റ്, ഗോറ്റ്. ഗുഡ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്. അതിൻ്റെ കമ്പാരറ്റീവ് ഫോം ബെറ്ററും സൂപ്പർലേറ്റീവ് ഫോം ബെസ്റ്റുമാണ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അപ്പം ഇങ്ങനത്തെ വേർഡ്സുകൾ. പിന്നെ ഗ്രേറ്റ് ഫൺ. ഗ്രേറ്റ് ഒരു അഡ്ജക്റ്റീവാണ്. ഗ്രേറ്റ് അല്ലേ. ഗ്രേറ്റ് ഫൺ, വലിയ അല്ലെങ്കിൽ മഹത്തായ എന്നൊക്കെ അർത്ഥമാണ് വരിക. ഗ്രേറ്റിൻ്റെ കമ്പാരറ്റീവ് ഫോം ഗ്രേറ്ററും സൂപ്പർലേറ്റീവ് ഫോം ഗ്രേറ്റസ്റ്റുമാണ്. ഇതൊരു അഡ്ജക്റ്റീവാണ് അല്ലേ. ഇത്രയും ശ്രദ്ധിക്കുക. പിന്നെ ക്വാറ്റ്ലി എന്നൊരു വാക്കുണ്ട് അവിടെ. ക്വാറ്റ്ലി എന്ന വാക്ക് QUIETLY. ക്വാറ്റ്ലി എന്ന് വെച്ചാൽ അതിൻ്റെ ക്വാറ്റ് ശാന്തമായ എന്നാണ്. ക്വാറ്റ് ശാന്തമായ എന്നാണ്. ഇനി വേറൊരു ക്വാറ്റ് ഉണ്ട് QUITE. ക്വാറ്റ് പൂർണ്ണമായ എന്നുള്ള അർത്ഥമാണ്. കംപ്ലീറ്റ് അല്ലെങ്കിൽ പൂർണ്ണമായും. QUIET ക്വാറ്റ് ശാന്തമായ. QUITE ക്വാറ്റ് തികച്ചും അല്ലെങ്കിൽ പൂർണ്ണമായ എന്നർത്ഥം. കംപ്ലീറ്റ്. ഹെവി നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഇനിയിപ്പോഴങ്ങനെ നിങ്ങൾക്കറിയാത്ത സോക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞ് കുതിരുന്നതിന് നമ്മൾ സോക്ക്ഡ് എന്ന് പറയും. സോക്ക്ഡ്, നനഞ്ഞ് കുതിരുന്നതിന്. ആംഗ്രി ലുക്ക്. ആംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗ്രി, ദേഷ്യത്തോടെയുള്ള അല്ലേ, ദേഷ്യമുള്ള നോട്ടം. പിന്നെ ബീറ്റ് ഉണ്ട്. ബീറ്റ്, ബെറ്റ്, ബീറ്റനാണ്. ബീറ്റ്, ബെറ്റ്, ബീറ്റൺ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള എന്താണ് വേർബ്സിൻ്റെയും അഡ്ജക്റ്റീവ്സും ഒക്കെ പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ പാഠഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. It was an evening after a heavy rain. It was an evening after a heavy rain. It was evening time. There was heavy rain, and after the rain, it was evening. Grandfather was picking flowers.
ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യായിരുന്നു? വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബുഷ് അണ്ടർ ദ സാൻഡൽവുഡ് ട്രീ. സാൻഡൽവുഡ് ട്രീ ചന്ദന മരത്തിൻ്റെ ചുവട്ടിലുള്ള ജാസ്മിൻ ബുഷിൻ്റെ അകത്ത് എന്ത് ചെയ്യായിരുന്നു? പിക്കിംഗ് ഫ്ലവേഴ്സ്. ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് എടുക്കുകയായിരുന്നു, അല്ലെ, എടുത്ത് വയ്ക്കുകയായിരുന്നു. ദ ലീവ്സ് ഓഫ് ദ ട്രീ വെർ ഫുൾ ഓഫ് റെയിൻ ഡ്രോപ്സ് ആൻഡ് ദ ബോയ് വാസ് ദർ. കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ദ ലീവ്സ് ഓഫ് ദ ട്രീ വെർ ഫുൾ ഓഫ് റെയിൻ ഡ്രോപ്സ്. അവിടെ എന്താണ്? ആ ഒരു മരത്തിൻ്റെ ഇലകളൊക്കെ മഴത്തുള്ളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഐ ന്യൂ ഐ കുഡ് മേക്ക് റെയിൻ ഇഫ് ഐ ഷുക്ക് ദ ട്രീ ആൻഡ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വുഡ് ഗെറ്റ് എ ഗുഡ് ഷവർ. ദ ബോയ് രാജ ന്യൂ, ഈ അണ്ടർസ്റ്റുഡ് ദാറ്റ് he could make rain if I shook the tree. മരം കുലുക്കുകയാണെങ്കിൽ, അല്ലേ, മരം കുലുക്കുകയാണെങ്കിൽ മഴ പെയ്യിക്കാൻ പറ്റുമെന്ന് ആർക്കറിയാമായിരുന്നു? മേക്ക് റെയിൻ വെച്ചാൽ മഴ ഷവറാണ്, വെള്ളത്തുള്ളികൾ താഴോട്ട് വീഴായിരുന്നു, അല്ലേ. ഇത് ആർക്കറിയായിരുന്നു? രാജയ്ക്ക് അറിയായിരുന്നു, അല്ലേ. ആൻഡ് ഐ വുഡ് ഗെറ്റ് എ ഗുഡ് ഷവർ. ഗ്രാൻഡ് ഫാദറിനും എനിക്കും എന്താണ്? ഗുഡ് ഷവർ, നല്ലൊരു മഴയുടെ ഷവർ കിട്ടുമെന്ന് കുട്ടി ആലോചിച്ചു, അല്ലേ. കുട്ടിക്ക് അറിയാമായിരുന്നു. ഐ ലൈക്ഡ് ബാത്തിങ് ഇൻ ദ റെയിൻ. കുട്ടിക്ക് എന്ത് ഇഷ്ടമാണ്? ഹി ലൈക്ഡ് ബാത്തിങ് ഇൻ ദ റെയിൻ. റെയിനിൽ കുളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെയിനിൽ കുളിക്കാൻ, മഴ പെയ്യുമ്പോൾ കുളിക്കാൻ ഇഷ്ടമാക്കിയില്ലേ? അപ്പോൾ ഈ കുട്ടിക്ക് എന്തായിരുന്നു? ഐ ലൈക്ഡ് ബാത്തിങ് ഇൻ ദ റെയിൻ. റെയിനിൽ മഴവെള്ളത്തിൽ കുളിക്കാൻ കുട്ടിക്ക് ഇഷ്ടമായിരുന്നു. ബട്ട് ഹി മൈ നോട്ട് ലൈക്ക് ഇറ്റ്. ഗ്രാൻഡ് ഫാദർ മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. ഗ്രാൻഡ് ഫാദറിന് അത് ഇഷ്ടാവില്ല എന്ന് ആർക്കറിയാം? കുട്ടിക്ക് അറിയാം, അല്ലേ. ഹി മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. അദ്ദേഹം ചിലപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ബട്ട് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫൺ. എന്നാലും അത് വലിയൊരു തമാശയായിരിക്കും എനിക്ക് തോന്നി, കുട്ടിക്ക് തോന്നി. So I quietly went near the sandalwood tree. What did he do? He quietly, ശബ്ദമുണ്ടാക്കാതെ എന്ത് ചെയ്തു? വെൻറ്റ് നിയർ ദ സാൻഡൽവുഡ് ട്രീ, അല്ലേ. സാൻഡൽവുഡ് ട്രീൻ്റെ അടുത്തേക്ക് ചെന്നു, അല്ലേ. ആൻഡ് ഷുക്ക് ഇറ്റ് വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്. ഹി ഷുക്ക് ദ ട്രീ. ആ മരം എന്ത് ചെയ്തു? കുലുക്കി. വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്. എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് കുട്ടി എന്ത് ചെയ്തു? മരം കുലുക്കി. ദർ വാസ് എ ഹെവി ഷവർ ആൻഡ് ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വാസ് സോക്ഡ്. ദർ വാസ് എ ഹെവി ഷവർ ഓഫ് വാട്ടർ. വെള്ളം താഴോട്ട് വീണു, ആൻഡ് ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വർ സോക്ഡ്. ഗ്രാൻഡ് ഫാദറും ഞാനും എന്തായി മാറി? വെർ സോക്ഡ്, മഴയിൽ കുതിർന്നു, അല്ലേ. അപ്പം ഇങ്ങനെയാണ് പറയുക. ബോത്ത് ഗ്രാൻഡ് ഫാദർ ഐ എന്നാണ് എൻ്റെ ശരിയായ രൂപം. എന്ത് പറയരുത്? ഐ ആൻഡ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയരുത്. ആദ്യം ഗ്രാൻഡ് ഫാദർ പറഞ്ഞതിന് ശേഷം ഐ. ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ, അങ്ങനെയാണ് പറയുക. അനൂപ് ആൻഡ് ഐ എന്നാണ് പറയുക. അനൂപ് ആൻഡ് ഐ അങ്ങനെയാണ് പറയുക. ഓക്കെ, അല്ലാണ്ട് ഐ ആൻഡ് അനൂപ് എന്നല്ല ശരിയായ പറയുക. അനൂപ് ആൻഡ് ഐ ആണ് ശരിയായ പ്രയോഗം. വെർ സോക്ഡ്. ഐ ലവ്ഡ് ഇറ്റ്. എനിക്കിത് ഇഷ്ടമായിരുന്നു, അല്ലേ. ബട്ട് ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട്. ഗ്രാൻഡ് ഫാദറിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഹി ടേൺ ടു മീ വിത്ത് ആൻ ആംഗ്രി ലുക്ക്. വാട്ട് ഡിഡ് ഗ്രാൻഡ് ഫാദർ ഡു? ഗ്രാൻഡ് ഫാദർ ടേൺ ടു മീ, തിരിഞ്ഞു, അല്ലേ, വിത്ത് ആൻ ആംഗ്രി ലുക്ക്. ആ കുട്ടിക്ക് രാജയ്ക്ക് നേരെ ഗ്രാൻഡ് ഫാദർ ദേഷ്യത്തോടെ തിരിഞ്ഞു. ഐ വാസ് ഷുവർ ഹി വുഡ് ക്യാച്ച് മീ ആൻഡ് ബീറ്റ് മീ. ദ ബോയ് ന്യൂ ദാറ്റ് ഹി ആർ ഷുവർ ദാറ്റ് ഗ്രാൻഡ് ഫാദർ വുഡ് ക്യാച്ച് ഹിം ആൻഡ് ബീറ്റ് ഹിം. ഗ്രാൻഡ് ഫാദർ പിടിച്ചിട്ട് അടിക്കുന്ന ആൾക്ക് ഉറപ്പായിരുന്നു, കുട്ടിക്ക് ഉറപ്പായിരുന്നു, അല്ലേ. സോ ഐ റാൻ. ഞാൻ എന്ത് ചെയ്തതുകൊണ്ട് ഞാൻ ഓടി. ഹി റാൻ ആഫ്റ്റർ മീ. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? പിറകെ ഗ്രാൻഡ് ഫാദർ ഓടി. ആഫ്റ്റർ മീ. ഹി റാൻ ആഫ്റ്റർ മീ. ഐ റാൻ ഫാസ്റ്റ്. കുട്ടി അങ്ങനെ വളരെ വേഗത്തോടെ. ഫാസ്റ്റ് വെച്ചാൽ വേഗത്തില്ലേ. ഫാസ്റ്റലി എന്നൊരു പ്രയോഗം ഇല്ല കേട്ടോ. ചില കുട്ടികളൊക്കെ ഫാസ്റ്റ് എന്ന് പറയാറുണ്ട്, തെറ്റാണ്. ഐ റാൻ ഫാസ്റ്റാണ്. ഐ റാൻ ഫാസ്റ്റ്, ഞാൻ വേഗത്തിലോടി. ബട്ട് ഹി റാൻ ഫാസ്റ്റർ. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? ഫാസ്റ്റർ, അതിനേക്കാൾ വേഗത്തിൽ ഗ്രാൻഡ് ഫാദർ ഓടി. ഹി ഹാഡ് ഓൾമോസ്റ്റ് കോട്ട് മീ വെൻ ഹി സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ. ഏകദേശം പിടിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വെൻ ഹി സ്റ്റംബിൾഡ്, തടഞ്ഞ് വീണു, ആൻഡ് ഫെൽ, എന്നിട്ട് തടഞ്ഞിട്ട് താഴോട്ട് വീണു. അപ്പം ഇതാണ് ഈ ഭാഗത്തിൻ്റെ എക്സ്പ്ലനേഷൻ. നമുക്കിനി ഈ ചിത്രം നോക്കുക. യു ക്യാൻ സീ ദാറ്റ് ദ ബോയ് രാജ ഈസ് ഷേക്കിംഗ് ദ ട്രീ ആൻഡ് ഗ്രാൻഡ് ഫാദർ ഗെറ്റിംഗ് വെറ്റ്, അല്ലേ. രാജ ഇങ്ങനെ മരം പിടിച്ച് കുലുക്കുന്ന ചിത്രമാണ്. അപ്പം എന്താണ്? ഗ്രാൻഡ് ഫാദർ മഴയിൽ നനഞ്ഞ് കുതിരുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ. നൈസ് പിക്ചർ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഈ ഭാഗത്തുള്ള 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. 2-3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. ഹൂ ഡു യു ലൈക്ക് ടു പ്ലേ വിത്ത് അറ്റ് ഹോം? ഹൂ ഡു യു ലൈക്ക് ടു പ്ലേ വിത്ത് അറ്റ് ഹോം? വീട്ടിൽ ആരെ കൂടെയാണ് നിങ്ങൾക്ക് കളിക്കാൻ ആഗ്രഹം എന്നാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സബ്ജക്റ്റീവാണ്. വേരിയേഷൻ ഉണ്ടാവും. കുട്ടികൾക്ക് വ്യത്യാസപ്പെടുത്തി എഴുതാൻ പറ്റും. ഓരോരുത്തർക്കും പലരുടെ കൂടെയും കളിക്കാൻ ഇഷ്ടമുണ്ടാവുക. ഞാൻ കൊടുത്തിരിക്കുന്നത് ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഗ്രാൻഡ് മദർ അറ്റ് ഹോം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഗ്രാൻഡ് മദർ അറ്റ് ഹോം, അല്ലേ. ഇപ്പോൾ രാജയെ സംബന്ധിച്ചിടത്തോളം രാജയൊക്കെ കൂടുതൽ ഇടപെടുന്ന ഗ്രാൻഡ് മദറുടെ, അല്ലേ. അപ്പം ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഗ്രാൻഡ് മദർ അറ്റ് ഹോം എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഗ്രാൻഡ് മദർ മറ്റേ അങ്കിളാക്കാം, സിസ്റ്ററാക്കാം, ബ്രദറാക്കാം, മദറാക്കാം, ഫാദറാക്കാം. അങ്ങനെ ആരാണെന്ന് വെച്ചാൽ വീട്ടിൽ കൂടെയാണ് നിങ്ങൾ കളിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ ആ പേര് കൊടുക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് വാസ് ദ റിയാക്ഷൻ ഓഫ് ദ ഗ്രാൻഡ് ഫാദർ വെൻ ഹി വാസ് സോക്ഡ് ഇൻ ദ ഷവർ? വാട്ട് വാസ് ദ റിയാക്ഷൻ? എന്തായിരുന്നു പ്രതികരണം, അല്ലേ, ഓഫ് ദ ഗ്രാൻഡ് ഫാദർ? ആരുടെ പ്രതികരണം? ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രതികരണം എന്തായിരുന്നു? വെൻ ഹി വാസ് സോക്ഡ് ഇൻ ദ ഷവർ.
വെൻ ഗ്രാൻഡ് ഫാദർ വാസ് സോക്ഡ് അല്ലേ, മഴയിൽ കുതിർന്നപ്പോൾ അല്ലെങ്കിൽ റെയിൻ വാട്ടറിൽ കുതിർന്നപ്പോൾ രാജ പിടിച്ചു കുലുക്കിയപ്പോൾ മഴത്തുള്ളി ദേഹത്ത് വീണു അല്ലേ. അപ്പം ഗ്രാൻഡ് ഫാദർ നനഞ്ഞപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. വെൻ ദ ഗ്രാൻഡ് ഫാദർ വാസ് സോക്ഡ് ഇൻ ദ ഷവർ, ഗ്രാൻഡ് ഫാദർ ഷവറിൽ നനഞ്ഞു കുതിർന്നപ്പോൾ ഹി ടേൺ ടു രാജ വിത്ത് ആൻ ആംഗ്രി ലുക്ക്. ഹി ടേൺ ടു രാജ അല്ലെ, രാജയ്ക്ക് നേരെ തിരിഞ്ഞു അല്ലെ, വിത്ത് ആൻ ആംഗ്രി ലുക്ക്, ഒരു ദേഷ്യഭാവത്തോടു കൂടി എന്ത് ചെയ്തു, രാജയ്ക്ക് നേരെ ഗ്രാൻഡ് ഫാദർ തിരിഞ്ഞു. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് ബാക്കി ഭാഗം വായിക്കാം. I ran away to the paddy fields and hid myself there. I heard grandfather shout that he would teach me a lesson when I came back home. I did not want to go home because I feared grandfather would beat me. I stayed on in the fields. It was getting dark. I was afraid to stay there alone in the darkness. I remembered all the ghost stories I had heard. I stood up, looked around, and then ran towards home. I was still afraid to face grandfather, so I did not go inside the house. I went to the cowshed and took shelter in the loft. From there I could see grandfather sitting on the veranda saying his prayers. ഈ ഭാഗം ഒന്ന് കടന്നു പോകാം. ഇതിലെ പാഡി ഫീൽഡ്സ് എന്നൊരു വാക്കുണ്ടല്ലേ, പാഡി എന്ന് വെച്ചാൽ നെല്ലാണ്. പാഡി ഫീൽഡ്സ് എന്ന് വെച്ചാൽ നെൽവയലാണ് അല്ലേ. ഗോതമ്പ് വയലുണ്ടാവും, ചോളത്തിൻ്റെ വയലുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണ് പാഡി ഫീൽഡ്സ് എന്ന നെൽവയൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടീച്ച് എന്ന ക്രിയേൻ്റെ പാസ്റ്റ് ടോറ്റും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടോട്ടുമാണ്. ടീച്ച് ടോറ്റ് ടോറ്റ്, ടീച്ച് ടോറ്റ് ടോറ്റ്. ഫിയേർഡ് എന്ന് വെച്ചാൽ ഭയപ്പെട്ടു എന്നർത്ഥം. ഐ ഫിയേർഡ് അല്ലേ, ഭയപ്പെട്ടു. ഗോസ്റ്റ് പ്രേതകഥയാണ് ഗോസ്റ്റ് സ്റ്റോറീസ്. പ്രേതകഥയ്ക്കാണ് നമ്മൾ ഗോസ്റ്റ് സ്റ്റോറീസ് എന്ന് പറയുക. ഹിയർ എന്ന വാക്കിൻ്റെ പാസ്റ്റാണ്, ഹിയർ എന്ന വേർബിൻ്റെ പാസ്റ്റാണ് ഹിയേർഡ്. എൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഹിയേർഡ് തന്നെ. ഹിയർ ഹിയേർഡ് ഹിയേർഡ്, ഹിയർ ഹിയേർഡ് ഹിയേർഡ്. കൗഷഡ് എന്ന് വെച്ചാൽ എന്താണ്, ആല, തൊഴുത്താണ്. തൊഴുത്ത് അല്ലേ, തൊഴുത്തുനിന്ന് ആല എന്നൊക്കെ പറയും. കൗഷഡ് തൊഴുത്താണ്. ലോഫ്റ്റ് എന്ന് വെച്ചാൽ തൊഴുത്തിൻ്റെ മുകൾ ഭാഗത്ത് എന്താണ് ഈ പറയുന്ന മേൽക്കൂരയുടെ താഴോട്ടുള്ള അടല്ലേ എന്താണ് തട്ടിൻപുറം എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗമാണ് ലോഫ്റ്റ് എന്ന് വെച്ചാൽ. ഓക്കെ, ദീസ് ആർ ദ വേർഡ്സ് ഐ വുഡ് ലൈക്ക് ടു സോൾവ് വിത്ത് യു. ആൻഡ് നൗ വി ക്യാൻ ഗോ ടു ദ ലെസൺ അഗെയിൻ. നമുക്ക് വീണ്ടും പാഠത്തേക്ക് തന്നെ കിടക്കാം. ഐ റാൻ അവേ ടു ദ പാഡി ഫീൽഡ്സ്. ഞാൻ എന്ത് ചെയ്തു, ഐ റാൻ അവേ ടു ദ പാഡി ഫീൽഡ്സ്. ദ ബോയ് രാജ റാൻ അവേ ടു ദ ഫീൽഡ്സ് അല്ലേ, വയലിലേക്ക് പാഡി ഫീൽഡ്സിലേക്ക് ഓടി. എന്നിട്ടോ ആൻഡ് ഹിഡ് മൈസെൽഫ് ദർ, രാജ ഹിഡ് ദർ. ഹൈഡിൻ്റെ പാസ്റ്റാണ് ഹിഡ്. ഹൈഡ് ഹിഡ് ഹിഡൻ, ഹൈഡ് ഹിഡ് ഹിഡൻ, ഹിഡ് മൈസെൽഫ് ദർ. I heard grandfather shout that he would teach me a lesson when I came back home. I heard, Raja heard that grandfather was shouting that he would teach Raja a lesson when he came back home. രാജ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പാഠം പഠിപ്പിക്കുന്ന ഗ്രാൻഡ് ഫാദർ പറയുന്നത് രാജ കേട്ടു അല്ലേ. I did not want to go home because I feared grandfather would beat me. Raja thought that, or he feared that grandfather would teach him. So he did not want to go home. ഗ്രാൻഡ് അടിക്കുമെന്നും ഭയപ്പെട്ടതിനാൽ രാജയ്ക്ക് വീട്ടിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു അല്ലേ. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. ഐ സ്റ്റേഡ് ഓൺ ഇൻ ദ ഫീൽഡ്സ്. അവിടെ നിന്നു കുട്ടി അവിടെ സ്റ്റേ ചെയ്തില്ല, അവിടെ തന്നെ തങ്ങി. ഐ സ്റ്റേഡ് ഓൺ ഇൻ ദ ഫീൽഡ്സ്, വയലിൽ തന്നെ തങ്ങി. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്, അത് ഇങ്ങനെ രാത്രിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് അഫ്രൈഡ് ടു സ്റ്റേ ദർ അലോൺ ഇൻ ദ ഡാർക്ക്നെസ്. ഹി വാസ് അഫ്രൈഡ്, രാജ ഈസ് എ സ്മോൾ ബോയ്, ഓക്കെ. സോ ഹി വാസ് അഫ്രൈഡ് ടു സ്റ്റേ ദർ അലോൺ ഇൻ ദ ഡാർക്ക്നെസ്. ഇൻ ദ ഡാർക്ക്നെസ് ഹി വാസ് അഫ്രൈഡ് ടു സ്റ്റേ ദർ അല്ലേ. രാത്രി ഇരുട്ടിൽ അവിടെ നിൽക്കാൻ കുട്ടിക്ക് ഭയമായിരുന്നു. I remembered all the ghost stories I had heard. Then he thought about all the ghost stories he had heard. മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്ന എല്ലാ ഗോസ്റ്റ് സ്റ്റോറിയും പ്രേത കഥകളൊക്കെ കുട്ടിക്ക് ഓർമ്മ വന്നു. I stood up. കുട്ടി എഴുന്നേറ്റുന്നില്ലേ. Looked around and then ran towards home. നിന്നിട്ട് ചുറ്റും നോക്കിയ looked around. He looked around and then ran towards home. വീട്ടിലേക്ക് ഓടി. I was still afraid to face grandfather. Still he was afraid to face grandfather. ഗ്രാൻഡ്ഫാദറെ നോക്കാൻ കുട്ടിക്ക് അപ്പോഴും പേടിയായിരുന്നു അല്ലേ. So I did not go inside the house. ഞാൻ എന്ത് ചെയ്തില്ല, he did not go inside the house. വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയില്ല. I went to the cowshed and took shelter in the loft. He went to the cowshed. എവിടേക്ക് പോയി, തൊഴുത്തിലേക്ക് പോയില്ലേ. And took shelter in the loft. അതിൻ്റെ തട്ടുംപുറത്ത്
തൊഴുത്തിൽ തട്ടുംപുറത്ത് എന്ത് ചെയ്തു? ഷെൽട്ടർ, അവിടെ അഭയം പ്രാപിച്ചു. ഫ്രം ദർ ഐ കുഡ് സീ ഗ്രാൻഡ് ഫാദർ. ഹി കുഡ് സീ ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ദർ ഇൻ ദ ലോഫ്റ്റ് അല്ലേ. He was sitting on the veranda saying his prayers. Grandfather, I could see grandfather sitting on the veranda saying his prayers. അല്ലേ, വരാന്തയിൽ ഇരുന്നിട്ട് ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥന നടത്തുന്നത് രാജയ്ക്ക് അവിടെ ഇരുന്ന് കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, ലാസ്റ്റ് പാട്ട് ആണ് ഇത്. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ്. ഷീ ലുക്ക്ഡ് ഫോർ മീ എവരിവെയർ ഇൻ ദ ഹൗസ്. Then she came out and called aloud for me, thinking that I was somewhere in the garden. She did not get any answer. Then she went to grandfather and asked him where I was. You look for him in the house, grandfather said. He is hiding somewhere. Okay, he is hiding somewhere. He is not in the house, grandmother said. I looked for him everywhere. ഈ ഭാഗം നോക്കാം. വെയിറ്റ് ചെയ്യാൻ വെച്ചാൽ കാത്തു നിൽക്കുക അർത്ഥം അല്ലേ. വെയിറ്റ് ചെയ്യുന്ന അർത്ഥമാണ് കാത്തു നിൽക്കുക എന്ന അർത്ഥം. ടേൺ അപ്പ് എന്ന അവിടെ അർത്ഥം അപ്പിയർ, പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ വരിക എന്നുള്ള അർത്ഥമാണ് ടേൺ അപ്പ്. അപ്പിയർ അത് ഫ്രേസൽ വേർബാണ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക അല്ലെങ്കിൽ വരിക, എത്തിച്ചേരുക എന്നുള്ള അർത്ഥമൊക്കെയാണ് ടേൺ അപ്പിനുള്ളത് അല്ലേ. അലൗഡ് എന്ന് വെച്ചാൽ ഉച്ചത്തിലാണ്. അലൗഡ് മീൻസ് ഉച്ചത്തിൽ. ഹൈഡിങ് സംവെയർ, ഹൈഡ് ചെയ്യാൻ നമുക്കറിയാലോ, ഒളിക്കുകയാണ്. ഹൈഡ് ചെയ്യാൻ വെച്ചാൽ ഒളിക്കുകയാണ് അല്ലേ. എവരിവെയർ എന്ന് വെച്ചാൽ എല്ലായിടത്തും. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് വിശദീകരിക്കാം. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ രാജ. ഗ്രാൻഡ് മദർ ആരെ കാത്ത് നിൽക്കുകയായിരുന്നു? രാജയെ കാത്ത് നിൽക്കുകയായിരുന്നു. വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ്, ഞാൻ വരാതായപ്പോഴും എന്ത് ചെയ്തു? ഷീ ലുക്ക്ഡ് ഫോർ മീ എവരിവെയർ ഇൻ ദ ഹൗസ്. ഷീ സെർച്ച്ഡ്, ഗ്രാൻഡ് മദർ സെർച്ച്ഡ് ഫോർ രാജ എവരിവെയർ ഇൻ ദ ഹൗസ്. വീട്ടിൽ എല്ലായിടത്തും ഗ്രാൻഡ് മദർ രാജയെ തിരക്കി നോക്കി അല്ലേ. ദെൻ ഷീ കെയിം ഔട്ട് ആൻഡ് കോൾഡ് അലൗഡ് ഫോർ മീ. പിന്നെ എന്ത് ചെയ്തു? ഷീ കെയിം ഔട്ട്, പുറത്തേക്ക് വന്നു അല്ലേ. ആൻഡ് കോൾഡ് അലൗഡ് ഫോർ മീ. ഷീ കോൾഡ് അലൗഡ് ഫോർ രാജ. തിങ്കിങ് ദാറ്റ് ഐ വാസ് സംവെയർ ഇൻ ദ ഗാർഡൻ. ഗാർഡനിൽ എവിടെ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ഗ്രാൻഡ് മദർ ഉച്ചത്തിൽ രാജയെ വിളിച്ചു. ഷീ ഡിഡ് നോട്ട് ഗെറ്റ് എനി ആൻസർ. ഉണ്ടോ, രാജ കുഡ് നോട്ട് റിപ്ലൈ ആൻഡ് ഷീ ഡിഡ് നോട്ട് ഗെറ്റ് എനി ആൻസർ. ഗ്രാൻഡ് മദറിന് ഉത്തരമൊന്നും മറുപടി കിട്ടിയില്ല. ദെൻ ഷീ വെൻറ്റ് ടു ഗ്രാൻഡ് ഫാദർ. അപ്പോൾ അങ്ങോട്ട് പോയി. ഗ്രാൻഡ് മദർ വെൻറ്റ് ടു ഗ്രാൻഡ് ഫാദർ അല്ലേ. ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് പോയി. ആൻഡ് ആസ്ക്ഡ് ഹിം വേർ ഐ വാസ്. ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു അല്ലേ. രാജ എവിടെയാണെന്ന് ഗ്രാൻഡ് മദറോട് ഗ്രാൻഡ് ഫാദർ ചോദിച്ചു. ഗ്രാൻഡ് ഫാദറോട് ഗ്രാൻഡ് മദർ ചോദിച്ചു. യു ലുക്ക് ഫോർ ഹിം ഇൻ ദ ഹൗസ്. അവിടെ നോക്കൂ. ഗ്രാൻഡ് ഫാദർ സെഡ്, ഗ്രാൻഡ് ഫാദർ ടോൾഡ് ഹിം, സെഡ് ഹെർ ടു ലുക്ക് ഇൻ ദ ഹൗസ്. വീട്ടിൽ നോക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ. പിന്നെന്ത് ചെയ്തു? ഹീ ഈസ് ഹൈഡിങ് സംവെയർ എന്ന് പറഞ്ഞു അല്ലേ. എവിടെ ഒളിച്ചിരിക്കുകയാണ്, വീട്ടിൻ്റെ അകത്ത് പോയി നോക്കാൻ വേണ്ടി ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. ഹീ ഈസ് നോട്ട് ഇൻ ദ ഹൗസ്, വീട്ടിലില്ല അല്ലേ. ഹീ ഈസ് നോട്ട് ഇൻ ദ ഹൗസ്. ഗ്രാൻഡ് മദർ സെഡ് ഐ ലുക്ക്ഡ് ഫോർ ഹിം എവരിവെയർ. ഞാൻ എല്ലായിടത്തും നോക്കിയിട്ടുണ്ട്, ഇവിടെ ഒന്നും കാണുന്നില്ല എന്നാര് പറഞ്ഞു? ഗ്രാൻഡ് മദർ പറഞ്ഞു. ആ ചിത്രം നോക്കുക. ഗ്രാൻഡ് ഫാദർ രാജയുടെ പിറകിൽ ഓടുന്ന ചിത്രമാണ് അല്ലേ. യു ക്യാൻ സീ ദ പിക്ചർ ദർ. ഗ്രാൻഡ് ഫാദർ റണ്ണിങ് ആഫ്റ്റർ രാജ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് രാജ സിലക്ട് ദ ലോഫ്റ്റ് ഇൻ ദ കൗഷഡ് ആസ് ഹിസ് ഹൈഡിങ് പ്ലേസ്? ഞാൻ അർത്ഥം എന്താ മലയാളത്തിൽ? രാജ എന്തുകൊണ്ടാണ് ലോഫ്റ്റിലെ തൊഴുത്തിലെ തട്ടുംപുറത്ത് ഒളിക്കാൻ ഇടം കണ്ടെത്താൻ കാരണം എന്താണെന്നാണ്. ഹൈഡിങ് പ്ലേസിൽ അവിടെ പോയിട്ട് ഒളിക്കാൻ എന്താണ് കാരണം എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എൻ്റെ ഉത്തരം ഞാൻ കൊടുത്തിരിക്കുന്നത് നോക്കുക. രാജ വാസ് എഫ്രൈഡ് ടു ഫേസ് ഗ്രാൻഡ് ഫാദർ അല്ലേ. രാജയ്ക്ക് ഗ്രാൻഡ് ഫാദറെ ഭയമായിരുന്നു അല്ലേ. സോ ഹി വെൻറ്റ് ടു ദ കൗഷഡ് ആൻഡ് ടുക്ക് ഷെൽട്ടർ ഇൻ ദ ലോഫ്റ്റ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? കൗഷഡിൽ പോയിട്ട് ലോഫ്റ്റിൽ അല്ലെങ്കിൽ തട്ടിൻപുറത്ത് ഷെൽട്ടർ, അഭയം പ്രാപിച്ചത്. ഫ്രം ദർ ഹി കുഡ് സീ ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഓൺ ദ വരാന്ത. അവിടെ നിന്ന് എന്ത് കാണാൻ പറ്റും? ഗ്രാൻഡ് ഫാദർ വരാന്ത ഇരിക്കുന്നത് കാണുകയും ചെയ്യാം. സെയിങ് പ്രേയേഴ്സ്, അവിടെ നിന്ന് പ്രാർത്ഥന നടത്തുന്നതും കുട്ടിക്ക് കാണാം അല്ലേ. അപ്പോൾ അവിടുന്ന് ഗ്രാൻഡ് ഫാദറെ കാണുകയും ചെയ്യാം. ഭയപ്പെട്ടിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. കാരണം കൊണ്ടൊക്കെയാണ് രാജ എന്ത് ചെയ്തത്? ഈ പറയുന്ന ലോഫ്റ്റിൽ പോയിട്ട് എന്ത് ചെയ്ത്? ഷെൽട്ടർ, അഭയം പ്രാപിച്ചത്. ഓക്കെ, നമുക്കിനി 9th ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ഗ്രാൻഡ് മദർ വാസ് എക്സ്ട്രീംലി വെറീഡ്. വെറീഡ് മീൻസ് അസ്വസ്ഥയാവുക അല്ലേ. ഗ്രാൻഡ് മദർ വാസ് എക്സ്ട്രീംലി വെറീഡ്. ഗ്രാൻഡ് മദർ വളരെയധികം അസ്വസ്ഥയായിരുന്നു. വെൻ ഹി ന്യൂ ദാറ്റ് രാജ വാസ് മിസ്സിങ്. രാജ മിസ്സായി, രാജയെ കാണുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ ഗ്രാൻഡ് മദർ ഒരുപാട് വെറീഡായ അല്ലെങ്കിൽ അസ്വസ്ഥയായി അല്ലേ. പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് ഫ്രം ദ പാസേജ് വിച്ച് കൺവേ ദിസ് ഐഡിയ. ഈ ആശയം ഗ്രാൻഡ് മദർ അസ്വസ്ഥയായി എന്ന് കാണിക്കുന്ന ആ ഒരു വാചകങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ.
അപ്പോൾ നമുക്ക് എൻ്റെ ആൻസർ നോക്കാം. ഗ്രാൻഡ് മദർ ലുക്ക്ഡ് ഫോർ മീ എവറിവെയർ ഇൻ ദ ഹൗസ് അല്ലേ. ഗ്രാൻഡ് മദർ വെറിയുടെ എന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ, ഈ സെൻറ്റൻസുകളാണ് ഇതൊക്കെ. ഗ്രാൻഡ് മദർ ലുക്ക്ഡ് ഫോർ മീ എവറിവെയർ ഇൻ ദ ഹൗസ്. ഗ്രാൻഡ് മദർ വീട്ടിലെല്ലായിടത്തും എന്നെ തെരഞ്ഞു അല്ലേ. ദെൻ ഷീ കെയിം ഔട്ട് ആൻഡ് കോൾഡ് അലൗഡ് ഫോർ മീ. ഷീ കെയിം ഔട്ട് ആൻഡ് കോൾഡ് അലൗഡ്. പുറത്ത് വന്നിട്ട് ഉച്ചത്തിൽ ആരെ വിളിച്ചു? രാജയെ വിളിച്ചു. തിങ്കിങ് ദാറ്റ് ഐ വാസ് സംവെയർ ഇൻ ദ ഗാർഡൻ. ഞാൻ ഗാർഡനിൽ എവിടെ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു. ദെൻ ഷീ വെൻറ്റ് ടു ഗ്രാൻഡ് ഫാദർ. പിന്നെ എങ്ങോട്ട് പോയി? ഗ്രാൻഡ് ഫാദറുടെ അടുത്തേക്ക് പോയി. ആൻഡ് ആസ്ക്ഡ് ഹിം വേർ ഐ വാസ്. ഞാൻ എവിടെയുള്ളതെന്ന് ചോദിച്ചു അല്ലേ. ദീസ് സെൻറ്റൻസസ് കൺവേ ദാറ്റ് ഷീ വാസ് എക്സ്ട്രീംലി വെറീഡ് വെൻ ഹി ന്യൂ ദാറ്റ് രാജ വാസ് മിസ്സിങ്. ദീസ് സെൻറ്റൻസസ് കൺവേ ദാറ്റ്. ഈ സെൻറ്റൻസ് എന്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു? ഷീ വാസ് എക്സ്ട്രീംലി വെറീഡ്. ഗ്രാൻഡ് മദർ വളരെയധികം അസ്വസ്ഥയായിരുന്നു എന്ന് രാജ മിസ്സിങ് ആയപ്പോഴേ ഗ്രാൻഡ് മദർ വളരെ അസ്വസ്ഥയായിരുന്നു നമുക്ക് കാണിച്ചിരുന്ന വാചകങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ 9th ക്വസ്റ്റ്യൻ. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.